ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അവന്തികയ്ക്ക് പരിക്ക് പറ്റിയതറിഞ്ഞ് രാജീവ് ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ദൈവമേ, ഇതിൽ പരം വേറൊരു സന്തോഷം ഇനി കേൾക്കാനില്ല. ആ ഊട്ടുമണി അവളുടെ കയ്യിലല്ലായിരുന്നു, തലയിലായിരുന്നു വീഴേണ്ടത്. അതോടെ ശല്യം തീർന്നു കിട്ടിയേനെ. അളിയൻ്റെയും അർച്ചനയുടെയും കല്യാണം നടത്താൻ അവന്തിക മുൻകൈ എടുക്കുന്നത് വേറെന്തോ വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഞാനിവിടെ നിന്ന് എഴുന്നേക്കട്ടെ, എല്ലാത്തിനുമുള്ള തിരിച്ചടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് രാജീവ്. ശേഷം ഇപ്പോൾ അവന്തികയാണ് കാണിക്കുന്നത്. അവന്തികയുടെ കൈക്ക് ഇപ്പോൾ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അവന്തിക ഇപ്പോൾ അവർ 3 പേരും കൂടി ചേർന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കിയിരിക്കുകയാണ്. അവന്തികയുടെ കൈക്ക് നല്ല വേദനയുണ്ട്. അർച്ചന പറയുന്നുണ്ട് വേദനയാണെങ്കിൽ കുറച്ച് നേരം കിടന്നുകൊള്ളാൻ. അപ്പോൾ അവന്തിക പറയുന്നു, വേണ്ട, സാരമില്ല, ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. എന്നാലും നിങ്ങളുടെ താലി പൂജിച്ച് കെട്ടാൻ പോയിട്ട് അത് നടന്നില്ലല്ലോ എന്നോർത്താ എനിക്ക് സങ്കടം. ഞാൻ കാരണം നിങ്ങളുടെ താലികെട്ട് മുടങ്ങി എന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട്, മോള് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ലേ വന്നത്, പിന്നെ എങ്ങനെ മോള് കാരണം താലികെട്ട് മുടങ്ങുന്നതാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചനയും പറയുന്നുണ്ട്, ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഗോകുൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത് കണ്ടല്ലേ താലികെട്ട് നടക്കാതിരുന്നത്, അത് വേണ്ടായിരുന്നു. താലി കെട്ടിയിട്ട് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു അല്ലേ അമ്മേ എന്നിങ്ങനെ ശോഭനയോട് ചോദിക്കുന്നുണ്ട് അവന്തിക. തിരിച്ചു വന്നപ്പോഴെങ്കിലും താലി പൂജിച്ച് കെട്ടാമായിരുന്നു എന്നിങ്ങനെ അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇനി എന്ത് പൂജിക്കാനാ, ദേവിയുടെ തൃപ്പാദങ്ങളിൽ സ്വയം ചെന്ന് വീണ താലിയല്ലേ ഇത്, ദേവിയുടെ സർവ്വ അനുഗ്രഹവും ഈ താലിയിലുണ്ട് എന്ന് അർച്ചന പറയുമ്പോൾ അതെ അതെ, എന്തോ ഒരു ഗൂഢശക്തി ഇവളുടെ താലിയിലുണ്ട്, അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണയും ഈ താലികെട്ട് മുടങ്ങിപ്പോയത് എന്നൊക്കെ ആ താലി നോക്കി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവന്തിക. എന്നാലും ആ ഓട്ടുമണി എങ്ങനെ ഇളകി എൻ്റെ കയ്യിൽ വീണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് അവന്തിക പറയുമ്പോൾ ഗോകുൽ പറയുന്നു, എന്തായാലും ഞങ്ങളെ സഹായിക്കാൻ വന്നിട്ട് അവന്തികയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് ഗോകുൽ പറയുമ്പോൾ എനിക്കാണെങ്കിൽ അതിലും വിഷമമുണ്ട്, അമ്മയ്ക്കുമുണ്ട് അല്ലേ അമ്മേ എന്നിങ്ങനെ ശോഭനയോട് ചോദിക്കുകയാണ് അവന്തിക. എൻ്റെ വിഷമം ഞാൻ ആരോട് പറയുമെന്ന് ശോഭനയും പറയുന്നുണ്ട്. അവിടുത്തെ ദേവിക്ക് വലിയ ശക്തിയാണെന്ന് അവന്തിക തന്നെയല്ലേ പറഞ്ഞത് എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതെ അതെ, വലിയ ശക്തി തന്നെയാണ് എന്ന് പറയുന്നു. എന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, അതിൻ്റെ പണി എനിക്ക് കിട്ടിയത് എടി അർച്ചനെ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ, അവനെ കൊണ്ട് നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിച്ചിരിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് അവന്തിക. ആഹാരം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി വെക്കാം എന്ന് അർച്ചന പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് ഗൂഗിൾ പറയുമ്പോൾ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, മൂർത്തി എല്ലാം കൊണ്ടുവന്നോളും എന്ന് പറയുന്നുണ്ട് അവന്തിക. അപ്പോൾ അങ്ങനെ ഗൂഗിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് അവന്തിക അർച്ചനയോട് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സമൃദ്ധി ഇവിടേക്കൊന്ന് വരണം, ആ സമൃദ്ധി കാണുന്നതാണ് എനിക്കൊരാശ്വാസം എന്ന്. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ അവരവിടെ നിന്നും ഇറങ്ങുകയാണ്. അർച്ചനയും ഗോകുലും അങ്ങോട്ട് ഇറങ്ങുന്ന സമയം ശോഭന ഇപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട്, നമ്മുടെ പ്ലാനെല്ലാം തെറ്റിപ്പോയല്ലോ മോളെ എന്ന്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, നമ്മുടെ പ്ലാനും തെറ്റിയിട്ടില്ല, ഞാനിവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ, എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ അത് നടത്തിയിരിക്കും, അമ്മ ധൈര്യമായിരിക്കെ എന്ന് പറയുന്നുണ്ട് അവന്തിക. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് പോയിട്ട് വരാം എന്ന് പറഞ്ഞു ശോഭനയും അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത്. അവർ വീട്ടിലെത്തിയിട്ടുണ്ട് കമലയും കൊണ്ട്. സ്നേഹയും മാദ്രിയും അനഘയും അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഏട്ടനോടുള്ള സ്നേഹം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അമ്മയെ അമ്മയെന്നെല്ലാം വിളിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മയെന്നല്ല, സ്വന്തം അമ്മയെന്ന് കരുതി തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ അമ്മേനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് സച്ചി പറയുമ്പോൾ, ഇനി അമ്മയെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാം സംഭവിച്ചു പോയില്ലേ എന്ന് സ്നേഹ പറയുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നു, സംഭവിച്ചു പോയതാണോ, നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ചെയ്തതല്ലേ, ഇല്ലെങ്കിൽ ഞാനും കൂടി അമ്മയുടെ കൂടെ അമ്പലത്തിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോയത് എന്തിനാ എന്നൊക്കെ വളരെയധികം ദേഷ്യത്തോടെ സച്ചി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സ്നേഹ പറയുന്നുണ്ട്, ഏട്ടാ, ഇതൊന്നും മനഃപൂർവ്വം ഏട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, അമ്മയുടെ ഒരു സമാധാനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ മിണ്ടിപ്പോകരുത് എന്ന്. നിങ്ങളുടെയൊക്കെ സമാധാനത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന എൻ്റെ അർച്ചനയെ കൊല്ലണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ബലിയിടേണ്ടത്, എൻ്റെ മോൾക്കും ബലിയിടേണ്ടേ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നത് കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. മോനെ, അമ്മയ്ക്കൊരു തെറ്റ് പറ്റിപ്പോയതാ, ഈ വീട്ടിലെ പ്രശ്നങ്ങളും പല ദുർനിമിത്തങ്ങളൊക്കെ കണ്ടപ്പോൾ അമ്മയുടെ സമനില തെറ്റിപ്പോയി, അങ്ങനെ ചെയ്തു പോയതാ, സഹോദരങ്ങൾ പോലും തമ്മിൽ ശത്രുക്കളായില്ലേ, അതൊക്കെ ആലോചിച്ചപ്പോൾ അമ്മയുടെ പൊട്ട ബുദ്ധിയിൽ തോന്നിപ്പോയതാ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കമല പറയുന്നുണ്ട്. ആൻറ്റി സങ്കടത്തോടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊന്നും ആലോചിച്ചില്ല എന്ന് അനഘയും പറയുന്നു. ഇത് കേട്ട് ഇപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ അർച്ചനയെ നിങ്ങളെല്ലാവരും കൂടി മരിച്ചവരുടെ പട്ടികയിൽപ്പെടുത്തിയല്ലേ, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഏത് പട്ടികയിൽപ്പെടുത്തും? എൻ്റെ വേദനയൊന്നും നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതിലും ഭേദം ഇത്രയും വർഷമായിട്ട് അവളെയും മോളെയും കാത്തിരിക്കുന്ന എന്നെ അങ്ങ് കൊല്ലുന്നതായിരുന്നു
ഞാൻ അർച്ചനയെ കണ്ടതാ, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അവൾ മരിച്ചു. ഞാൻ പറഞ്ഞത് ആർക്കും വിശ്വാസം വന്നില്ല. ഞാനൊരു ഭ്രാന്തൻ അല്ലേ അമ്മേ, എല്ലാവരും എന്നെ അങ്ങനെ കരുതി എന്നൊക്കെ സച്ചി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അങ്ങനെയല്ല മോനെ, സ്നേഹം കൊണ്ട് അന്ധരായ നമുക്ക് അവൾ മരിച്ചു എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഈ വീട്ടിലെ പ്രശ്നങ്ങളും ദുർനിമിത്തങ്ങളും ഒക്കെ കണ്ട് അമ്മയുടെ മനസ്സ് കൈവിട്ടു പോയി. മോൻ അമ്മയോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് കരഞ്ഞ് കൈകൂപ്പുന്നുണ്ട് കമല. ഇത് കേട്ട് വളരെയധികം ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ടും സച്ചി പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, ഇനി മേലിൽ ഇങ്ങനെ ഒരു ചിന്ത ആരുടെ മനസ്സിൽ വന്നു പോകരുത്. നിങ്ങളുടെ എല്ലാം കൺമുന്നിലേക്ക് അവളുടെ കൈയും പിടിച്ച് എൻ്റെ കുഞ്ഞുമായി ഞാൻ കയറി വരും. അതിൻ്റെ ഇടയ്ക്ക് ചടങ്ങ് ബലി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കത്തിക്കും ഞാൻ എല്ലാത്തിനെയും എന്ന് പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെട്ട് സങ്കടത്തോടെയും സച്ചി ഇപ്പോൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ സച്ചിയെ നോക്കി നിൽക്കുകയാണ്. ശേഷം ഇപ്പോൾ സമയം രാത്രിയായിട്ടുണ്ട്. ഗോകുലിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഗോകുൽ പുറത്ത് വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഇസബെല്ലയുടെ ആ ഒരു ചിത്രം എടുത്തു വെച്ച് ബൈബിൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതിലെ ഒരു വചനം നോക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഒന്നും എടുത്ത ചടി ചെയ്യരുത് എന്നായിരുന്നു. സമൃദ്ധിയുടെ മനസ്സ് പൂർണ്ണമായും അറിയാതെ ഒന്നും വേണ്ടായിരുന്നു എന്നിങ്ങനെ ഗോകുൽ മനസ്സിൽ വിചാരിക്കുമ്പോൾ അവിടേക്ക് ഇപ്പോൾ അർച്ചന വരുന്നുണ്ട്. അത് കണ്ട് പെട്ടെന്ന് ഗോകുൽ ആ ബൈബിൾ അടച്ചു വെച്ച് അവിടെ ഇരിക്കുന്നു. എന്തോ കാര്യമായിട്ടുള്ള ചിന്തയിലാണല്ലോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ഗോകുൽ പറയുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, എനിക്കറിയാം, കള്ളം പറയണ്ട, അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗോകുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ അമ്പലത്തിൽ ചെന്ന് ഇങ്ങനെ ഈ ചടങ്ങ് നടത്തണമെന്ന് തോന്നിയത് എന്നിങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ആ അമ്പലത്തിലെ ദേവിക്ക് നല്ല ശക്തിയാണെന്ന്, അങ്ങനെ ഒരു ചടങ്ങ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞപ്പോൾ എന്നിങ്ങനെ ഗോകുൽ പറയുമ്പോൾ അതുകൊണ്ട് മാത്രമാണോ എന്ന് അർച്ചന ചോദിക്കുന്നു. ഉടനെ ഗൂഗിൾ പറയുന്നു, അല്ല, അങ്ങനെ ഒരു ഈശ്വരാധീനം കൂടി ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നി. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകരുതെന്ന്, ഒരിക്കലും നമ്മുടെ കൈവിട്ട് പോകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ. ഈ വീടിൻ്റെ ഐശ്വര്യമായി എൻ്റെ മോളുടെ അമ്മയായി താൻ എന്നും ഉണ്ടാകണം സമൃദ്ധ എന്നിങ്ങനെ ഗോകുൽ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു, എൻ്റെ മോളുടെ അമ്മയോ? അതെന്താ ഗോകുൽ അങ്ങനെ പറഞ്ഞത്? ഗൗരിമോള് എൻ്റെയും കൂടി മോളല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത് കേട്ട് ഗോകുൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഗോകുൽ എന്തൊക്കെയാ ഈ പറയുന്നത്? ഗോകുൽ പറയുന്നത് കേട്ടാൽ ഞാൻ ആരുമല്ല എന്ന് തോന്നുമല്ലോ. ചിലപ്പോഴൊക്കെ ഞാൻ ആരുമല്ല എന്ന് തോന്നും. ആ ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ ഓർമ്മകളെല്ലാം മാഞ്ഞു പോയതിൻ്റെ കൂട്ടത്തിൽ ഞാനും പാതി മാഞ്ഞു പോയതുപോലെ ഗൗരിമോളും അമ്മയും ഗോകുലും ഒക്കെ തരുന്ന സ്നേഹമാണ് ഇന്ന് എൻ്റെ ലോകം. എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ഒരു വഴിയുമില്ലേ ഗോകുൽ? നഷ്ടപ്പെട്ട ഓർമ്മകൾ എനിക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ വളരെ വിഷമത്തോടെ അർച്ചന പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, താൻ ഇങ്ങനെ പറയാതെ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുന്നു. പഴയ സമൃദ്ധ ആരായിരുന്നു, എന്തായിരുന്നു, എല്ലാം എനിക്ക് അറിയണം ഗോകുൽ. ഗോകുലിനോടല്ലാതെ എനിക്ക് വേറെ ആരോടും ഇതൊന്നും പറയാനില്ല. ഗോകുലിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് വളരെയധികം വിഷമത്തോടെ അർച്ചന ഇപ്പോൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് ഗോകുലും. സമൃദ്ധ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ഗോകുലിനെ തന്നെ മതി എന്ന് തീരുമാനിക്കുന്ന ആ ദിവസം, ആ പഴയ ഓർമ്മകളോടെ തന്നെ അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ദിവസം, അന്ന് മാത്രമേ ഞാൻ അവളെ സ്വന്തമാക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഞാൻ കിട്ടുന്ന താലിക്ക് ഒരു അർത്ഥമുണ്ടാകൂ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഗോകുൽ. ശേഷം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അവന്തികയും മൂർത്തിയും കൂടി സംസാരിച്ചിരിക്കുകയാണ്. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോകുലിനെയും അർച്ചനയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം എന്നും അവർ സംസാരിക്കുന്നു. അർച്ചനയ്ക്ക് ഓർമ്മ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ പേടിക്കേണ്ടത് നമ്മൾ രാജീവിനെയാണ്. രാജീവിന് എല്ലാം അറിയാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ അർച്ചനയോടെല്ലാം പറയാൻ തീരുമാനിച്ചാൽ അവൾ അവിടെ നിന്നും പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു പോകും. അതോടെ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം തവിട് പൊടിയാകും എന്ന് അവന്തിക മൂർത്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവന്തിക എന്ന് വിളിച്ചുകൊണ്ട് അർച്ചന അവിടേക്ക് വരുന്നു. അവരൊന്ന് ഞെട്ടുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. അർച്ചന അവർ സംസാരിച്ചൊന്നും തന്നെ കേട്ടിരുന്നില്ല. അങ്ങനെ കുറവുണ്ടെന്നൊന്നും പറയാറായിട്ടില്ല. സമൃദ്ധി ഒന്ന് വന്നിരുന്നെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചതേ ഉള്ളൂ എന്ന് അവന്തിക പറയുമ്പോൾ നമ്മൾ തമ്മിൽ എവിടെയോ മുജ്ജന്മ ബന്ധമുണ്ട്, അല്ലെങ്കിൽ പിന്നെ മനസ്സിൽ ആലോചിച്ച സമയത്ത് തന്നെ ഞാനിവിടെ എത്തില്ലല്ലോ എന്ന് അർച്ചന പറയുന്നു. അല്ലടി, നമ്മൾ തമ്മിലുള്ള ബന്ധം മുജ്ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ തന്നെയാണ്. നിന്റെ തലയിലെ ഡിലീറ്റ് ബട്ടൺ അടിച്ച് മൊത്തം ഓർമ്മയും കാശിക്ക് പോയതുകൊണ്ട് നീ അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവന്തിക. ഇത് കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നത് എന്ന്. എത്ര സ്നേഹത്തോടെ നീ എന്നോട് പെരുമാറുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് അവന്തിക പറയുന്നു. അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്, ജെനി എവിടെയെന്ന്. അപ്പോൾ അവന്തിക പറയുന്നു, താഴെയുണ്ടെന്ന്. ഞാൻ പോയി ജെനിയെ സഹായിക്കാം എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ ജെനിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവന്തിക ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഗോകുൽ അവിടെ നിൽക്കുന്നത് കാണുന്നു.
ഗൂഗിൾ സാറല്ലേ ഇത് എന്ന് പറഞ്ഞ് വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഗൂഗിളിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സച്ചി. എന്ത് പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ വണ്ടി ഓഫായി പോയി എന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. കോടതിയിലെത്താൻ സമയമായി എന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നത് ബാറ്ററി വീക്കായതായിരിക്കുമെന്ന്. അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് 3 മാസം മുമ്പാണ് ബാറ്ററി മാറിയത്. ഓടി വന്നപ്പോൾ എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗൂഗിൾ. എങ്കിൽ പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്ന് നോക്കേണ്ടി വരും എന്ന് സച്ചിയും. രാവിലെ കോടതിയിൽ കേസുള്ളതാ, ലേറ്റായാൽ പ്രശ്നമാകുമല്ലോ എന്ന് ഗൂഗിൾ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് സാരമില്ല, ഞാൻ സാറിനെ കോടതിയിൽ എത്തിക്കാം എന്ന് സച്ചി പറയുന്നു. അപ്പോൾ വണ്ടിയോ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ വണ്ടിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ ബിജുക്കുട്ടനെ വിളിക്കുന്നുണ്ട്. ബിജുക്കുട്ടനോട് പറഞ്ഞേൽപ്പിക്കുന്നു. ബിജുക്കുട്ടൻ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഇതെല്ലാം ശരിയാക്കി അങ്ങ് കോടതിയിൽ കൊണ്ട് ഇട്ടുകൊള്ളും എന്ന് പറയുന്നുണ്ട് സച്ചി. അങ്ങനെ സച്ചി എല്ലാ കാര്യങ്ങളും വിളിച്ച് സംസാരിച്ച് ശരിയാക്കുന്നുണ്ട്. വലിയ ഉപകാരമായി എന്നിങ്ങനെ പറയുന്നുണ്ട് ഗൂഗിൾ. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ സച്ചിയുടെ വണ്ടിയിൽ കയറി സച്ചി ഇപ്പോൾ ഗൂഗിളിനെ കോടതിയിലേക്ക് ആക്കാൻ പോവുകയാണ്. ഗോകുൽ വളരെയധികം മൂഡ് ഓഫ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സാറേ, സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെന്താ സച്ചിക്ക് അങ്ങനെ തോന്നാൻ എന്ന് ഗോകുൽ ചോദിക്കുന്നു. സാധാരണ സാറിനെ കാണുമ്പോൾ സാറ് ഒരുപാട് എനർജിയുള്ള ആളാണ്, പക്ഷേ ഇന്ന് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം മനസ്സിലുള്ളതുപോലെ തോന്നി. സാറിന് എന്ത് പറ്റി, എന്താ പ്രശ്നം എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. ഉടനെ ഗോകുൽ പറയുന്നു സാറി എടോ, താനിപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തിനെ പോലെയാണ്, അതുകൊണ്ട് തന്നോട് പറയുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല. എൻ്റെ വൈഫിൻ്റെ കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നിങ്ങനെ ഗോകുൽ പറയുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.